ഇന്ന് കർഷക ദിനമാണ്. ഈ ദിനത്തിൽ നമുക്കൊരു പ്രകൃതി സ്നേഹിയായ കർഷകനെ പരിചയപ്പെടാം. കേരകൃഷിയുടെ ആധികാരിക ശബ്ദമെന്നാണ് ഡൊമിനിക്കിനെ കോഴിക്കോട് ആനക്കാംപൊയിൽ നിവാസികൾ വിശേഷിപ്പിക്കാറുള്ളത്. ഏകവിള കൃഷിയെ എതിർക്കുകയും അതുപോലെ തന്നെ ബഹുവിള കൃഷിയുടെ പ്രചാരകനായി അറിയപ്പെടുകയും ചെയ്യുന്ന ഡൊമിനിക്കാണെങ്കിൽ രാസകീടനാശിനികൾ ഉപയോഗിക്കാത്ത പ്രകൃതി സ്നേഹി കൂടിയാണ്. മലയോര മേഖല എന്നും കർഷകരുടെ ഈറ്റില്ലമാണ്. 9 ഏക്കർ ഭൂമിയിൽ ബഹുവിള കൃഷി ചെയ്തുകൊണ്ട് വിജയഗാഥ ചെയ്ത ഡൊമിനിക് ചേട്ടനെയാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത്. കേരകൃഷിയുടെ ആധികാരിക ശബ്ദമെന്നാണ് ഡൊമിനിക് മണ്ണുക്കുശുമ്പിൽ എന്ന പാപ്പച്ചനെ തിരുവമ്പാടിക്കാർ വിശേഷിപ്പിക്കാറുള്ളത്. ഏകവിള കൃഷിയെ എതിർക്കുകയും ബഹുവിള കൃഷിയുടെ പ്രചാരകനായി അറിയപ്പെടുകയും ചെയ്യുന്ന ഡൊമിനിക് രാസകീടനാശിനികൾ ഉപയോഗിക്കാത്ത പ്രകൃതി സ്നേഹി കൂടിയാണ്. നമ്മളെ സമ്മിശ്ര കൃഷിയാണ് ചെയ്യുന്നത്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, ജാതിയുണ്ട്, കൊക്കോയുണ്ട്, കുരുമുളകുണ്ട്, അങ്ങനെ എല്ലാ കൂട്ടവും കൃഷികളാണ്. പിന്നെ പശു വളർത്തുന്നുണ്ട്, കോഴി വളർത്തുന്നുണ്ട്, താറാവ് വളർത്തുന്നുണ്ട്. എല്ലാ കൂട്ടവും കൃഷികൾ ചെയ്താണ് നമ്മൾ കൃഷി വിജയിപ്പിച്ച് പോരുന്നത്. സമ്മിശ്ര കൃഷി ചെയ്ത് നമ്മൾ പല കൂട്ടം കൃഷി ചെയ്ത് നമ്മൾ വിജയിപ്പിച്ച് പോരാൻ പറ്റുള്ളൂ. കാരണം ഒന്നിന് വില പോയാൽ ഒന്നത്തെ പിടിച്ച് കയറണം. അതിന് നമ്മൾ പ്രത്യേകം കർഷകർ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ കളനാശിനി ഇങ്ങനെയുള്ള വളപ്രയോഗത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാനുണ്ട്. കളനാശിനി എന്ന് പറഞ്ഞ സാധനം കേട്ടരുത്. പറമ്പ് മാക്സിമം കാട് പിടിച്ച് കാട് വെട്ടിയിട്ട് മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ പ്രധാനപ്പെട്ട സാധനങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റ് കാട്, പെരികലം, കൊങ്ങിണി, നാറ്റപ്പൂച്ചെടി, ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ പറമ്പിൽ നിന്ന് നശിപ്പിക്കാതെ നമ്മൾ നോക്കുക. പറിച്ച് കളയരുത്, വെട്ടിയിട്ടുള്ളുക. വീണ്ടും അത് പുഷ്പിച്ച് കയറി വരട്ടെ. അത് കഴിയുമ്പം വീണ്ടും നമ്മൾ അത് വെട്ടിയിടുക. പറമ്പിന് 100% ജൈവ കൃഷിയിലേക്ക് തിരിച്ചു വരാൻ അതാണ് ഏറ്റവും നല്ല മാർഗം. കൃഷിയിടത്തിൽ വളരുന്ന കളച്ചെടികളെ പറിച്ചു കളയാതെ അവയുടെ ഇലയും തണ്ടും വളമായി ഉപയോഗിക്കുന്ന പ്രായോഗികവാദിയാണ് ഡൊമിനിക്. 9 ഏക്കർ ഭൂമിയിൽ തെങ്ങും കുരുമുളകും ജാതിയും ഉൾപ്പെടെ ബഹുവിള കൃഷിയിലൂടെയാണ് ഡൊമിനിക് തന്റെ കൃഷിഭൂമിയെ വിജയ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നത്. കേരള സർക്കാരിന്റെ കേരകേസരി, കർഷകോത്തമ അവാർഡുകളും കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ഇന്ത്യയിലെ മികച്ച കേര കർഷകനുള്ള അവാർഡും നേടിയ മാതൃകാ കർഷകൻ കൂടിയാണ് ഇദ്ദേഹം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്താൽ ഏതൊരു കർഷകനും ലാഭം മാത്രമേ ലഭിക്കുകയുള്ളൂ. ബഹുവിള കൃഷിയിലൂടെ ഏറ്റവും ലാഭകരമായ കൃഷിയാണ് ഡൊമിനിക് ചേട്ടൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.